ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ ആ ഒരു ചെറിയ കുഞ്ഞാണ് എല്ലാവരും ഭയങ്കര നിയമത്തിൽ. ഗംഗാ ശശിധരൻ ഒരു കൊച്ചു മിടുക്കിയാണ്, ഒരു വയലിൻ കലാകാരി. ഈ കുട്ടി ഒരു ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഏമാന്മാർ വന്ന് പരിപാടി നിർത്തിച്ചു. അതായത് രാഷ്ട്രീയമോ പാവപ്പെട്ടവനോ പണക്കാരെന്നോ അങ്ങനെ ഒരു വേർതിരിവുമില്ലാതെ വളരെ ശക്തമായ രീതിയിൽ നിയമം നടപ്പിലാക്കുന്ന നമ്മുടെ ഏമാന്മാർ. മനസ്സിലായല്ലോ? ഈ പരിപാടി ഞാൻ ചോദിക്കുന്നത്, ഓക്കെ നിയമമൊക്കെ ശരിയാണ്, 10 മണി കഴിഞ്ഞാൽ ലൈറ്റും സൗണ്ടും എല്ലാം ഓഫാക്കണം. പക്ഷേ ഇതൊരു രാഷ്ട്രീയക്കാർ നടത്തുന്ന എന്തെങ്കിലും പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ഈ സാറുമാർ തൊടുമായിരുന്നോ? ഒരക്ഷരം മിണ്ടുമായിരുന്നോ? സല്യൂട്ട് അടിച്ച് അവിടെ നിൽക്കില്ലേ? നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ അവസാനം ആ കൊച്ചു കലാകാരി പ്രയാസപ്പെട്ട ആ ഭാഗം മാത്രം ഒന്ന് കാണാം. പാവം ആ കൊച്ചിൻ്റെ മുഖം കണ്ടോ? അതിൻ്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാണ് സാറുമാരെ നിങ്ങൾക്കത് അങ്ങനെ നിർത്താൻ തോന്നിയെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഓക്കെ ശരിയാ, നിയമം നടപ്പിലാക്കിക്കോ, പക്ഷേ ഈ നിയമം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒരുപോലെയാണെന്നുള്ള ചിന്താഗതി വേണം. ആ കൊച്ച് അത് ആ പാട്ട് തീരാറാകുന്ന ഭാഗമാണ്. ഒരു ചെറിയൊരു മാനസിക പരിഗണന വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു എന്നാ പറഞ്ഞ ഒരു 2-3 മിനിറ്റും കൊണ്ട് ആ പാട്ടങ്ങ് തീർന്നുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കങ്ങ് ചെയ്യാൻ മേലായിരുന്നു. ഇത്ര ഓടി പിടിച്ച് വന്നിട്ട് ഉടനെ അതങ്ങോട്ട് മൈക്കും ലൈറ്റും എല്ലാം ഓഫാക്കി പ്രോഗ്രാം നിർത്തിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? ആ കമ്മിറ്റിക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയരുത് തീരാറായി സാറേ, ഓക്കെ അത് കഴിയുമ്പോഴത്തേക്ക് ആ പരിപാടി നിർത്തിക്കോണം കേട്ടോ, പ്രശ്നം തീർന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ഈ വിഷയമില്ലായിരുന്നേ, നിയമം നടപ്പിലാക്കിക്കോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയോ കാര്യങ്ങളോ വല്ലതും ആയിരുന്നെങ്കിൽ സല്യൂട്ട് അടിച്ച് അവിടെ നിൽക്കുമല്ലായിരുന്നോ? ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടുറോട്ട് സ്റ്റേജ് കെട്ടിയായിരുന്നു. ആ സമയത്തൊന്നും ഒരു ഏമാന്മാരെയും കണ്ടില്ലല്ലോ. റോഡിൻ്റെ നടുക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് CPMൻ്റെ പരിപാടി. അന്നെന്താ മിണ്ടാത്തെ? അതുപോലെ തന്നെ പാർട്ടിക്കാരുടെ ജാഥ എന്ന് പറയുമ്പോൾ ബൈക്ക് റാലി. ആരെങ്കിലുമൊക്കെ ഹെൽമെറ്റ് വെക്കാറുണ്ടോ? 1-2 പേര് ഹെൽമെറ്റ് വെക്കും. അതേസമയം സാധാരണക്കാരൻ വരുവാണെങ്കിലോ ഹെൽമെറ്റ് വെക്കുന്ന സംബന്ധിച്ച് ശരിയാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ നിയമം നടപ്പാക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടേ? CPMൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും BJPയുടെ ആണെന്ന് പറഞ്ഞാലും ഈ ബൈക്ക് റാലിയിൽ എത്ര പേര് ഹെൽമെറ്റ് വെക്കുന്നുണ്ട്? അതിൻ്റെ സാറന്മാരൊന്നും മിണ്ടാത്തെ. അപ്പോൾ ഈ നിയമം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മാത്രം. നാട്ടുകാരെല്ലാവരും നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഈ ഒരു ചേട്ടൻ്റെ പ്രതികരണമാണ്. ഞാൻ പ്രതികരിക്കും, ഞാൻ കലാകാരനാണ്, ഞാൻ പ്രതികരിക്കും. 10 മണിക്ക് കൊണ്ട് 1-ാം തരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക പറയാം നിർത്താൻ. 12:30 1 മണിക്ക് വരെയൊക്കെ എല്ലാവർക്കും എന്ത് ചെയ്യാം. ബാറ് 11 മണി വരെ ഉണ്ട്. ബാറ് നൈറ്റ് വൈബ് എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ പാർക്കിൽ തുടങ്ങിയിട്ടുണ്ട് നൈറ്റ് വൈബ്. അവിടെ ഒന്നും കുഴപ്പമില്ല. അമ്പലത്തിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി പാടുന്നതിനോട് കുഴപ്പം അല്ല. ഞാൻ ഒരിക്കലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയത്തില്ല. കാര്യം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് തരുന്ന ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ശരിയാണ്, ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, അത് ഞാനും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും ബാധകമായിരിക്കണം. ചില സ്ഥലങ്ങളിൽ മാത്രം സ്ട്രിക്റ്റ് ആയിട്ട് ഡ്യൂട്ടി നടപ്പാക്കും, അല്ലാത്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും ഡ്യൂട്ടി ഇല്ല, ഒന്നുമില്ല, മാറി കൈയും കെട്ടി മാറി നിൽക്കും. ഇതാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് സാറന്മാർ ഡ്യൂട്ടി നടപ്പാക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല, നിയമം എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ഈ ചില സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും മാത്രം ഈ പ്രതികരിക്കാതെ മാറി കൈയും കെട്ടി നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് സങ്കടം വരുന്നത്. ഞങ്ങൾ നിയമം അനുസരിക്കാനായിട്ടെല്ലാം തയ്യാറാണ് സാറേ, പക്ഷേ ഈ വിവേചനം ഉണ്ടല്ലോ, ചിലർക്ക് നിയമം ബാധകം, ചിലർക്ക് നിയമം ബാധകമല്ലാത്തത്. അത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഈ സങ്കടവും ദുഃഖവും ഒക്കെ വരുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് നിയമം അനുസരിക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. കാര്യമൊക്കെ ശരിയാണ്. ഇതുപോലെ പൊതുസ്ഥലത്ത് 10 മണി കഴിഞ്ഞാൽ ഇതുപോലെ വലിയ വലിയ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നിർത്തുക തന്നെ ചെയ്യണം. കാരണം രോഗികളായിട്ടുള്ളവരുണ്ട്, കൊച്ചു പിള്ളേരൊക്കെ വീടുകളിലുള്ളവരുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും മനുഷ്യന് കിടന്നുറങ്ങണ്ടേ, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ല എന്നുള്ളിടത്താണ് ഈ പ്രശ്നം മൊത്തം സംഭവിക്കുന്നത്.